ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൂട്ട് സാലഡിനുള്ള ഐസ്ക്രീം പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. സ്ട്രോബെറി ഫ്ലേവറാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് പഴങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഞാനിവിടെ കുറച്ച് മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പഴം എടുത്തിട്ടുണ്ട്. നോർമൽ ചെറുപഴം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ച് ആപ്പിൾ വേണം, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഇത്രയും മാത്രമല്ല, പൈനാപ്പിൾ വേണമെങ്കിൽ അതിടാം, മാങ്ങ വേണമെങ്കിൽ എല്ലാം നല്ല മധുരമുള്ള പഴങ്ങളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് വേണമെങ്കിലും ഇടാം. ഇനി നമുക്ക് ഇച്ചിരി തേൻ വേണം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേനാണ്. നമുക്ക് ഒറിജിനൽ തേനൊക്കെ കിട്ടുവാണെങ്കിൽ അതെടുത്തോളൂ. പിന്നെ ഇത് കുറച്ച് പഞ്ചസാര ലായനിയാണ്. കുറച്ച് പഞ്ചസാര നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതാണ്. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി അലിയിച്ചെടുക്കുക. അതാണ് പഞ്ചസാര ലായനി. ഈ പഞ്ചസാര ലായനി നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരു പാത്രത്തിലോട്ടാക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഈ പഞ്ചസാര ലായനി കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അധികം നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് അല്ലല്ലോ യൂസ് ചെയ്തിരിക്കണം, പൈനാപ്പിളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. മധുരം ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പഞ്ചസാര ലായനി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മധുരമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം എടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ഐസ്ക്രീം നേരത്തെ വാങ്ങി വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം എടുക്കുക. അത് ഏത് പാത്രമാണ് നിങ്ങൾ ഫ്രൂട്ട് സാലഡ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരല്പം തേൻ ഒഴിച്ചു കൊടുക്കുക. ഈ തേൻ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തേന് മിസ് ചെയ്യരുതേ, തേന് ഉറപ്പായിട്ട് ഒഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഐസ്ക്രീം സെറ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഫ്രൂട്ട്സ് തന്നെ കുറച്ചുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. അവസാനം കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. തേൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്ട്രോബെറിയുടെയും പിന്നെ വാനിലയുടെയും ഒന്നും ഫ്ലേവറൊന്നും ചേർത്താൻ ഇഷ്ടമില്ലെങ്കിൽ, എസൻസ് ഒന്നും ചേർത്താൻ ഇഷ്ടമില്ലെങ്കിൽ അവക്കാഡോ, അതുപോലെ പൈനാപ്പിൾ, മാമ്പഴം, അതൊക്കെ നല്ല പഴുത്ത പഴങ്ങളെടുക്കുക, നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നാരെല്ലാം കളഞ്ഞതിന് ശേഷം ഐസ്ക്രീമിനോട് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലെ അടിപൊളി പെർഫെക്റ്റ് ഐസ്ക്രീം ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ വാനില കൊണ്ട് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ. ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് മൊബൈലിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൽ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.